നമസ്കാരം. ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ഈ ദിവസം ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ നോക്കാം. സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയ്ക്കകത്ത് പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. പോറ്റിയെ കേറ്റിയെ പാരഡിയുമായി പ്രതിപക്ഷത്തിന്റെ ബാനർ. ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടിരിക്കണം. സോണിയാഗാന്ധി പോറ്റി ബന്ധം ഹർജി തള്ളി സുപ്രീം കോടതി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന ചോദ്യവുമായി കോടതി. തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത SIT. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുൻപ് BJPയുടെ മിഷൻ കേരള നീക്കം. സാബു ജേക്കബും 2020 ഇനി NDAയിൽ. നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം. മുൻ MLA AV താമരാക്ഷനും BJPയിൽ. ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കുടുക്കിയെന്ന ആരോപണത്തിന് മറുപടിയുമായി ഗണേഷ് കുമാർ. ഉമ്മൻചാണ്ടിയാണ് തന്റെ കുടുംബം തകർത്തതെന്ന് ഗണേഷ്. മക്കളുമായി വേർപിരിയാൻ കാരണവും ഉമ്മൻചാണ്ടി. ചാണ്ടി അധികം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഗണേഷിന്റെ മുന്നറിയിപ്പ്. ദീപക് അപമാനിച്ചെന്ന ഷിംജിതയുടെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട്. ബസിനുള്ളിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമെന്നും റിമാൻഡ് റിപ്പോർട്ട്. ദീപകിനെതിരായ ആരോപണത്തിൽ ഉറച്ച ഷിംജിത. ലൈംഗികാതിക്രമം നേരിട്ടെന്ന് ഇമെയിൽ വഴി പരാതി നൽകി ഷിംജിതയുടെ സഹോദരൻ. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം. ശിക്ഷ വിധിച്ചത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് ഉദ്ധരിച്ച് വിധിന്യായം. തിരുവനന്തപുരം കമലേശ്വരത്തെ ആത്മഹത്യയിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. പിടിയിലായത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച്. ജീവനൊടുക്കാൻ കാരണം ഉണ്ണികൃഷ്ണൻ എന്ന് സജിതയുടെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പ്. CPI വോട്ടുകൾ കിട്ടിയില്ലെന്ന് കേരള കോൺഗ്രസ് M. വിമർശനമുയർന്നത് കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ. CPIയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്ത് ഉൾപ്പെടെ കേരള കോൺഗ്രസിന് വോട്ട് കിട്ടിയില്ല. ലത്തീൻ സഭാ നേതാക്കളെ കണ്ട് ജോസ് കെ മാണി. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ സ്തംഭിച്ച നിയമസഭ. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷവും ഭരണപക്ഷവും പാരഡി എന്ന ഏക വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കം, അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് UDF മുമ്പോട്ട് വെക്കുന്നതെന്നാണ് സൂചന. കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിൽക്കുന്ന ഫോട്ടോ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഉപഹാരം നൽകുന്ന ഫോട്ടോയാണ് പുറത്തു വന്നത്. അന്ന് കടകംപള്ളി ദേവസ്വം മന്ത്രിയും രാജു എബ്രഹാം MLAയുമായിരുന്നു. വിഷയത്തിൽ വിശദീകരണവുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി. ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത്. സന്ദർശനവേളയിൽ യാതൊരുവിധ സമ്മാനങ്ങളും കൈപ്പറ്റിയിട്ടില്ലെന്നും കടകംപള്ളി പറഞ്ഞു. അതേസമയം സഭയിൽ ഭരണപക്ഷം സോണിയാഗാന്ധി പോറ്റി ചിത്രം ആയുധമാക്കുമ്പോൾ വ്യത്യസ്ത നിലപാടാണ് കടകംപള്ളി സ്വീകരിക്കുന്നത്. കളങ്കിതനെന്നറിഞ്ഞാൽ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലൊരു വ്യക്തിത്വം കളങ്കിതനായിട്ടുള്ള ഒരാളെ തന്റെ വീട്ടിൽ വിളിച്ച് കയറ്റുകയില്ല, അറിഞ്ഞുകൊണ്ട് കയറ്റുകയില്ല എന്നാ ഞാൻ പറഞ്ഞോട്ടെ. അതെ, കൂടെയുള്ള ഇത് ചിത്രത്തിൽ കാണുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ പറയുന്നതിൽ എന്താ കുഴപ്പം? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രശ്നമെന്ന് മന്ത്രി VN വാസവൻ. പഴയത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രതിപക്ഷത്തിന് കുഴപ്പമുണ്ടായത്. കള്ളന്മാർ ജയിലിലും സ്വർണം തിരികെ അയ്യപ്പനും ലഭിക്കുന്ന നിലയിൽ അന്വേഷണം എത്തും. കള്ളന്മാരെ എല്ലാം പിടിച്ച് ജയിലിലിടും. സ്വർണം തിരിച്ച് അയ്യപ്പന് കൊടുക്കുമെന്നും VN വാസവൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിഷമം ഇപ്പൊ ഉണ്ടാകുന്നതിന്റെ കാര്യം
നല്ല രൂപത്തിൽ അതിന്റെ അന്വേഷണവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമപരമായി അതോടൊപ്പം തന്നെ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നു. അതിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി മുന്നോട്ട് വന്നപ്പോൾ ഞാനത് എഴുതി കൊടുത്ത് ഇങ്ങനെ അന്വേഷണം വേണം, അപ്പോൾ പഴയതുകൂടി അന്വേഷിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പഴയത് മുതൽ 25 വരെ. അപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കോൺക്രീറ്റ് കൊടിമരം ചെതല് പിരിച്ചു ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്ത കൂട്ടരും മറ്റാളുകളും ഒക്കെ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷമത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അത് പാകാണ്. കൃത്യമായി കള്ളന്മാരെല്ലാം പിടിച്ച് ജയിലിലും സ്വർണം ശബരിമല അയ്യപ്പനും കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീംകോടതി തള്ളി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് കോടതി ചോദിച്ചു. ഹർജിയിൽ ഇടപെടാനും കോടതി തയ്യാറായില്ല. 3 മിനിറ്റ് മാത്രമാണ് കോടതി കേസ് പരിഗണിച്ചത്. താൻ കമ്മീഷണർ മാത്രമായിരുന്നുവെന്നും കൊള്ളയിൽ പങ്കില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും കണക്കിലെടുക്കണം എന്നുമായിരുന്നു വാസുവിന്റെ വാദം. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് SITയുടെ കസ്റ്റഡിയിലാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളടക്കം തന്ത്രിയിൽ നിന്ന് ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് രാജീവരെ ഇപ്പോൾ 1 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിട്ടിരിക്കുന്നത്. 1 ദിവസത്തേക്ക് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ കസ്റ്റഡിയിലേക്ക് അപേക്ഷ നൽകിയതും കോടതിയിൽ. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം മാത്രമല്ല, ഈ ഒരു കട്ടിളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെ അടക്കം പാളികൾ ഇവിടെ നിന്നും കൊണ്ടുപോയി ചെന്നൈയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രിയുടെ അറിവ് എത്രത്തോളമുണ്ട്, ഈ ഒരു ഗൂഢാലോചനയിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ടോ, അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാജിവാഹനം കൈമാറിയത്. അത് ചട്ടപ്രകാരം തന്നെയാണ് എന്ന് കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ ഇയാളുടെ, അതായത് രാജീവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു രാജീവരുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധന കണ്ടെത്തിയ രേഖകളിലും സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. എന്തൊക്കെ രേഖകളാണ് കൈവശപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായി ഒരുപാട് വർഷക്കാലം ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അയാളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുരാരി ബാബുയുടെ ജാമ്യാപേക്ഷയിൽ വാദം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം 90 ദിവസം പിന്നിട്ടു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യത്തിന് താൻ അർഹനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയെ മുരാരി ബാബു സമീപിച്ചത്. അതിൽ നിന്ന് വാദം പൂർത്തിയായി. നാളെ ഇക്കാര്യത്തിൽ കോടതി വിധി പറയും. അതായത് ജാമ്യം നൽകുകയോ ഇല്ലയോ എന്ന കാര്യത്തിൽ നാളെയായിരിക്കും കോടതി തീരുമാനം അറിയിക്കുക. എന്ന് തന്നെയാണെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൂടുതൽ പേർക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സ്വാഭാവിക ജാമ്യത്തിനടക്കം സാഹചര്യം ഒരുങ്ങി വരുന്നു. അതിനു മുൻപ് തന്നെ, അതായത് ഇത്തരത്തിലുള്ള ജാമ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പ്രാഥമിക കുറ്റപത്രം അടക്കം കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് തന്നെയായാലും 1 ദിവസത്തെ ഈ ഒരു തന്ത്രിയുടെ കസ്റ്റഡിയിൽ കൂടുതൽ വിവരങ്ങൾ തന്ത്രിയിൽ നിന്നും ആരായാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എ പത്മകുമാർ, എൻ വാസു, മുരാരി ബാബു എന്നിവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടി തുടങ്ങി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കമുണ്ട്. രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ ED അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയെ തുടർന്ന് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ 8 സ്വത്തുക്കൾ കണ്ടുകെട്ടാനും മരവിപ്പിക്കാനുമെല്ലാം തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ തുടർച്ച എന്നോണം അടുത്ത പ്രതികളിലേക്ക് കൂടി ED കടക്കുകയാണ്. ഇതനുസരിച്ചുകൊണ്ട് പത്മകുമാറിന്റെയും അതോടൊപ്പം തന്നെ മുരാരി ബാബു, എൻ വാസു എന്നിവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കൂടിയാണ് ED കടക്കുന്നത്. പ്രാഥമികമായി ഇതിനുള്ള ഒരു വിവരശേഖരണവും അതോടൊപ്പം തന്നെ ഇവരുടെ സ്വത്തുക്കളുടെ ഉള്ള ആസ്തി വിവരവും എല്ലാം തന്നെ ED ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ നഷ്ടപ്പെട്ട
സ്വർണത്തിൻ്റെ അതിൻ്റെ ഒരു മൂല്യമടക്കമുള്ള കാര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും ED കടക്കുക. EDയുടെ ഒരു പ്രാഥമികമായൊരു നടപടിയാണത്. സ്വത്ത് മരവിപ്പിക്കുക, തുടർന്ന് അത് സ്ഥിരമായി അതിൻ്റെ കണ്ടുകെട്ടൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നതാണ് ED അനുവർത്തിക്കുന്ന രീതി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ സ്വത്തുക്കളുടെ ഒരു പ്രാഥമിക വിവരശേഖരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളത്. തുടർന്ന് നോട്ടീസ് നൽകിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം മരവിപ്പിക്കുക എന്ന രീതിയിലേക്കും ED കടക്കുന്നത്. പ്രാഥമികമായി ED അനുമാനിക്കുന്നത് ഇവർക്കെല്ലാവർക്കും തന്നെ ഈ കുറ്റകൃത്യങ്ങളിൽ വലിയ രീതിയിലുള്ള പങ്ക് ഇവർക്കുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഈ പ്രധാന പ്രതികൾ എല്ലാവരും തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ED കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് തന്നെ ചില നിർണായക രേഖകളടക്കം കണ്ടെടുക്കുകയും ചെയ്തു. അത് സ്വർണം ചെമ്പാക്കി മാറ്റുന്നു എന്ന രീതിയിലടക്കമുള്ള രേഖകളാണ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെയും മറ്റു ആളുകളുടെ വസതിയിലും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിലും അനുബന്ധമായ വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. സ്വർണ്ണ കട്ടികളടക്കം ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധന തുടരുകയാണ്. കൃത്യമായ വിവരങ്ങൾ ഇക്കാര്യങ്ങളിൽ ഇതിൻ്റെ ഉടമസ്ഥർക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഏതായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ED കൂടി ഈ അന്വേഷണത്തിലേക്ക് കടന്നു വന്നതോടുകൂടി ഇതിൻ്റെ ഒരു മാനം വലിയ രീതിയിൽ തന്നെ മാറുകയാണ്. കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതടക്കം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നു ചേർന്നിട്ടുള്ള പണം മറ്റുള്ളവരിലേക്കും ചെന്നിട്ടുണ്ട്. ഇവരുടെ അടുപ്പമുള്ളവരിലേക്ക്, അവരുടെ സ്ഥാപനങ്ങളിലേക്ക് അടക്കം ചെന്നിട്ടുണ്ട് എന്നതാണ് ED അനുമാനിക്കുന്നത്. ഇത് വീണ്ടെടുക്കുന്നതിന് ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കണ്ടുകെട്ടൽ നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED കടന്നിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും തുടരുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ EDയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ അത് കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനും UDFനും തുല്യ പങ്കെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. വലിയ സുരക്ഷാ സംവിധാനമുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിയെത്തിയത് സാധാരണ സംഭവമല്ലെന്നാണ് ആരോപണം. സോണിയയുടെ കുടുംബത്തിനും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കാം. CPMന്റെ സമുന്നത നേതാക്കളും പിണറായിയുടെ അടുപ്പക്കാരുമാണ് പ്രതികളെന്നും CK പത്മനാഭൻ പറഞ്ഞു. അപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരുപാട് കരുനീക്കങ്ങൾ ഈ സംഭവ പരമ്പരകളുടെ പുറകിലുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങൾക്ക് മുമ്പ് പോകണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ പോകാൻ സാധിക്കില്ല. അതിന് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ, ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് പോകാൻ കഴിയൂ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്തെത്തി അവരുടെ കയ്യിൽ രക്ഷാബന്ധൻ ചരട് കെട്ടിക്കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു സാധാരണ സംഭവമായി അതിന്റെ ഗൗരവം കുറച്ചു കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട് അന്വേഷണത്തിന് വിധേയമായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. 2020 ഇനി NDAയിൽ. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ 2020 NDAയുടെ ഭാഗമാകും. 2020 വികസനം നടപ്പാക്കിയ പാർട്ടിയെന്നും ഇത് സന്തോഷ നിമിഷമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ 2020 എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് 2016 മുതൽ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ അപ്പുറം സാബുജി ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ആയ ഒരു ഓentrepreneur-ആണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിന്റെ ബിസിനസ് ആക്യുമെൻ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. മലയാളിയായ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ പുറത്താക്കി തെലങ്കാനയിൽ പോയി 20,000 അവിടെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ NDAന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAന്റെ ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യമാണ്.
UDF-ഉം LDF-ഉം കേരളത്തെ കട്ടുമുടിച്ചെന്നും ജീവിതത്തിലെ നിർണായക തീരുമാനമെന്നും വികസനത്തിനൊപ്പമാണെന്നും സാബു ജേക്കബ്. ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് മറുപടി കൊടുക്കാൻ കൂടി വേണ്ടിയാണ് NDA-ക്കൊപ്പം ചേർന്നതെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഇവിടുത്തെ LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 2020 എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതും കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ 14 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മാതൃകാപരമായ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി. ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDA-യോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായി. വ്യവസായിയായ സാബു ജേക്കബിന്റെ അധ്യക്ഷതയിലുള്ള കിഴക്കമ്പലം 2020 എന്ന് തുടക്കത്തിൽ പറഞ്ഞു കേട്ടിരുന്ന 2020 ഇപ്പോൾ NDA-യുടെ ഭാഗമാകുന്നു, BJP-യുടെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി വരുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നുവെന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് വലിയ രീതിയിൽ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് 2020-യുടെ അധികൃതരെല്ലാം തന്നെ, പ്രത്യേകിച്ച് സാബു ജേക്കബ് തന്നെ ഇത് നിഷേധിക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. പക്ഷേ അന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ യാഥാർത്ഥ്യമായിരിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ ഇതിനൊരു വിമർശനവും ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് സാബു ജേക്കബ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇടത് വലത് മുന്നണികൾ മുടിപ്പിച്ചെടുത്തു നിന്നാണ് BJP-യിലേക്ക് NDA-യിലേക്ക് എല്ലാം തന്നെ നീങ്ങാൻ കാരണമായതെന്നെല്ലാം തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂഡൽ സ്വഭാവത്തിന് ചേർന്നൊരു പാർട്ടിയിലേക്കാണ് സാബു ജേക്കബ് ഇപ്പോൾ ചെന്നിരിക്കുന്നത്, 2020 എത്തിച്ചിരിക്കുന്നത്. കുന്നത്ത് നാട്ടിലെ കിഴക്കമ്പലത്തെ ജനങ്ങളെല്ലാം തന്നെ അദ്ദേഹം വഞ്ചിച്ചിരിക്കുകയാണ്. ഇത് ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നതാണ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് ഇതിനോട് പ്രതികരിച്ചത്. 2020 ഇപ്പോൾ BJP പോയിട്ടുണ്ട് എന്നുള്ളത് വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയല്ല. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ 2020 പോകുന്നത് BJP പാളയത്തിലേക്കാണ് എന്നതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ച പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ BJP-യുടെ ഏജന്റാണ് സാബു ജേക്കബ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP-ക്ക് തനിച്ച് വളരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങളെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് വളരാൻ കഴിയുമോ എന്ന BJP-യുടെ പരീക്ഷണത്തിൻ്റെ കേരളത്തിലെ ഏജന്റായിരുന്നു സാബു ജേക്കബ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സംശയം വേണ്ട, കേരളത്തിൻ്റെ ജനത വളരെ മതനിരപേക്ഷപരമായി ചിന്തിക്കുന്നവരാണ്. അവർ ഈ നീക്കത്തിനെ ശക്തിയായി ചെറുത്തു തോൽപ്പിക്കുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സുപ്രധാനമായ ഒരു നീക്കമെല്ലാം തന്നെ BJP നടത്തുകയും ചെയ്തിരിക്കുന്നത്. നാളെ അത് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്തരമൊരു പ്രഖ്യാപനം 2020 അടക്കം ഇതിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും പൊതുസമ്മേളനത്തിൽ എന്നെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. എന്തായാലും ഇത് വലിയ ചർച്ചകളിലേക്കെല്ലാം തന്നെ വഴി തുറന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്കും വരുന്നത്. UDF ഇതിനെ കാണുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനെ കാണുന്നത് കുന്നത്ത് നാട്ടിലെ ജനങ്ങളെ അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവരെ എല്ലാം തന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു സാബു ജേക്കബും അതോടൊപ്പം തന്നെ 2020-യുടെ അണിയറ പ്രവർത്തകരും എല്ലാം തന്നെ ചെയ്തത്. ഇത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള ദ്രോഹമാണ് എന്നത് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത്, പലരും തന്നെ ഇപ്പോഴുള്ള ഈ പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ളവരുണ്ട് 2020 അവർ തന്നെ കോൺഗ്രസിലേക്ക് വരാനുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് തങ്ങൾ രാഷ്ട്രീയപരമായും നിയമപരമായും സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പഞ്ചായത്തിലടക്കം ചില ധാരണകളുണ്ട്. അപ്പോൾ ആ ധാരണകൾക്കെല്ലാം തന്നെ തങ്ങളുടെ ഒരു സംരക്ഷണം ഉണ്ടാകുമെന്ന രീതിയിലാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇതിനോട് പ്രതികരിച്ചത്. ജനാധിപത്യവാദികളായിട്ടുള്ള ഒരാൾ സാബുവിൻ്റെ ഒപ്പം പോവില്ല, അത് ഉറപ്പ്. 2020-യുടെ ഈ പരീക്ഷണം ഇവിടെ അവസാനിച്ചു. അത് നനഞ്ഞ പടക്കമായി മാറി. 2020 നനഞ്ഞ പടക്കമാണ്. അതൊന്നും കോൺഗ്രസിനെയോ UDF-നെയോ അതിനപ്പുറത്ത് ജനാധിപത്യ വിശ്വാസികളെ വിലക്കടക്കാമെന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാമെന്നോ വിചാരിക്കേണ്ട. അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്.
എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു ചലനങ്ങൾക്ക് കിഴക്കമ്പലം മേഖലകൾ, കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ ഇത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നിരവധിയായ ന്യൂനപക്ഷങ്ങളുടെ അടക്കം പിന്തുണ 2020ക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ മേഖലയിലെല്ലാം ഒരു അപ്രമാദിത്വത്തിലേക്കെല്ലാം തന്നെ പോകാൻ കഴിയുന്നത്. അവരെ ഇതെങ്ങനെ സ്വീകരിക്കുന്നു എന്നതെല്ലാം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾക്ക് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെയാണ് ഈ പഞ്ചായത്തുകളിൽ നേടിയിരിക്കുന്ന ഭൂരിപക്ഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത്തരം ഭൂരിപക്ഷങ്ങൾ 2020 ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ, എന്തായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ എന്നതെല്ലാം തന്നെ വളരെ സവിശേഷമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. AV താമരാക്ഷൻ NDAയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താമരാക്ഷനെ സ്വീകരിച്ചു. മുൻ MLAയും JSS സംസ്ഥാന അധ്യക്ഷനുമാണ് താമരാക്ഷൻ. ഭാഗമാകുകയാണ്. അദ്ദേഹത്തെ ഇവിടെ സമൂഹ മാധ്യമത്തിലെ അപവാദ പ്രചാരണത്തിൽ മനംനൊന്ത് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും നടന്നില്ലെന്ന് റിമാൻഡ് റിപ്പോർട്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായെന്നും പോലീസ് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 7ഓളം വീഡിയോകളാണ് ഷിംജിത ചിത്രീകരിച്ചത്. അപമാനത്തിൽ മനംനൊന്താണ് ദീപകിന്റെ ആത്മഹത്യയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവവാസങ്ങളുമായി ബന്ധപ്പെട്ട് ബസ്സിനുള്ളിൽ വെച്ച് ഷിംജിത 7 വീഡിയോകൾ ചിത്രീകരിച്ചു എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇതിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിനുശേഷം അത് പ്രചരിപ്പിച്ചതിൻ്റെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വീഡിയോ തൻ്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ കണ്ടാൽ വളരെ മോശമായ ലൈംഗിക വൈകൃതമുള്ളവനായി താൻ ചിത്രീകരിക്കപ്പെടുമെന്ന് ദീപക് കരുതി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയുള്ള മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ഷിംജിതയ്ക്ക് നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവബോധമുണ്ടായിരുന്നു. എന്നിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മറ്റ് അധികാരികളെയോ അറിയിക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ കാര്യങ്ങൾ ആണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് മാനഹാനി ഭയന്ന് ഈ യുവാവ് ആത്മഹത്യ ചെയ്യും എന്ന് കൃത്യമായി തന്നെ അറിയാവുന്ന ആളായിരുന്നു ഇവർ എന്നും പറയുന്നു. ബസ്സിനുള്ളിൽ ഇത്രയധികം സംഭവങ്ങൾ നടന്നു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ നടന്നു എന്ന് പറയുമ്പോഴും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ സ്വാഭാവികമായാണ് ബസ്സിൽ നിന്നും ഷിജിത പുറത്തേക്കിറങ്ങിയത്. ബസ് ജീവനക്കാരോട് ഒരു പരാതിയും ഈ സംബന്ധിച്ച് നൽകിയിട്ടില്ല. വടകര, പയ്യന്നൂർ തുടങ്ങിയ സ്റ്റേഷനുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ യാതൊരു പരാതിയും ഷിംജിത നൽകിയിട്ടില്ല എന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ ഷിംജിതയുടെ ഫോൺ പരിശോധനയ്ക്കായി എടുത്തിരുന്നു. അതിൻ്റെ വിശദമായ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. മറ്റ് സാക്ഷികളായ ആളുകളിൽ നിന്നും അതിൽ യാത്രക്കാരായ ആളുകൾ, ബസ് ജീവനക്കാർ എന്നിവരിൽ നിന്നും മൊഴിയെടുക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പുറത്തേക്ക് ഇവരെ ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ജാമ്യം നൽകി വിട്ടാൽ അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകും. സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളും സമാനമായ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ ആത്മഹത്യകളിലേക്ക് ആളുകളെ നയിക്കാൻ സാധ്യതയുണ്ട് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്ത്. ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. ഇന്ന് ഈ ഷിംജിതയുടെ ജാമ്യ ഹർജി കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ ശനിയാഴ്ച വാദം കേൾക്കും എന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷിംജിത പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ ലൈംഗികമായ ഉദ്ദേശത്തോടുകൂടി ദീപക് പെരുമാറി എന്നായിരുന്നു അവർ മൊഴി നൽകിയത്. അറസ്റ്റിലായ ശേഷം പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഷിംജിത. ഈ മോശമായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ദീപക് തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിന് വിഭിന്നമായ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യവേ ലൈംഗികാതിക്രമം നേരിട്ടെന്ന് റിമാൻഡിലായ ഷിംജിത. പയ്യന്നൂർ പോലീസിന്റെ ഇമെയിൽ വഴിയാണ് ഷിംജിതയുടെ പരാതി ലഭിച്ചത്. ഷിംജിതയ്ക്ക് വേണ്ടി സഹോദരനാണ് മെയിൽ അയച്ചത്. പയ്യന്നൂരിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു പുരുഷൻ മോശമായി സ്പർശിച്ചെന്നും അത് വീഡിയോയിൽ ചിത്രീകരിച്ചെന്നുമാണ് പരാതിയിലുള്ളത്. എന്നാൽ ആരാണ് സ്പർശിച്ചതെന്ന് ഇതിൽ പറയുന്നില്ല. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി പയ്യന്നൂർ പോലീസ് അറിയിച്ചു.
കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവ്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും നൽകണം. കുഞ്ഞുങ്ങളോടുള്ള അമ്മമാരുടെ സ്നേഹം അനന്തമാണെന്നും നിർഭാഗ്യവശാൽ ഇവിടെ അമ്മ സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതായും ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വരികൾ ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. ഹൃദയസ്പർശിയായ പരാമർശത്തോടെയായിരുന്നു വിധി പ്രസ്താവനം. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന പരാമർശത്തോടുകൂടി അമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കേസിൽ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല എന്നും ജഡ്ജി പറഞ്ഞു. ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവിനും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. ഇതിൽ 1 ലക്ഷം രൂപ പ്രണവിന്, അതായത് ശരണ്യയുടെ ഭർത്താവായ പ്രണവിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ഈ പ്രണവിനെ ഈ കേസിൽ കുടുക്കി കാമുകൻ നിതിനൊപ്പം ജീവിക്കാനായിരുന്നു ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി, ഹീനമായ കൊലപാതകം നടത്തിയത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തി. മരണം ഉറപ്പ് വരുത്താൻ വീണ്ടും കുഞ്ഞ് കരഞ്ഞതോടുകൂടി വീണ്ടും ഈ കുഞ്ഞിനെ പാറക്കെട്ടിലേക്ക് എടുത്തെറിഞ്ഞു. ഇതാണ് ഈ കേസ്. ഇതിൽ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം ശരണ്യ വീട്ടിലെത്തി ഭർത്താവിനൊപ്പം തന്നെ നിന്നു. ഭർത്താവിനെ സംശയിക്കുന്ന രീതിയിൽ മൊഴികൾ നൽകി. അങ്ങനെ ഭർത്താവിലേക്ക് ഈ കേസ് എത്തിക്കാൻ ശ്രമം നടന്നു. പക്ഷേ ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ നിർണായകമായി എന്ന് പറയേണ്ടി വരും. ശരണ്യയുടെ ശരീരത്തിൽ, അതായത് വസ്ത്രത്തിലും അതുപോലെ ചെരുപ്പിലുമുണ്ടായ ഉപ്പിൻ്റെ അംശമാണ് ഈ കേസിൽ നിർണായക തെളിവായത്. അങ്ങനെയാണ് ശരണ്യ ഈ കേസിൽ പ്രതിയാകുന്നത്. 2 ദിവസം കഴിഞ്ഞാണ് ശരണ്യ ഇതിൽ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതും. എന്തായാലും 2020 ഫെബ്രുവരി 17 പുലർച്ചെ 2:45 ഈ ഹീനകൃത്യം നടന്നത്. നാടിനെ നടുക്കിയ ക്രൂരകൃത്യം നടന്നത്. കോടതിയിൽ നിന്നും വലിയ തോതിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പക്ഷേ ഈ ശരണ്യയുടെ പ്രായം 27 വയസ്സാണ്. പ്രായവും അതുപോലെ തന്നെ ജയിലിൽ ഉണ്ടായ സമയത്തുള്ള സ്വഭാവം കണക്കിലെടുത്താണ് ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചത്. ഏതായാലും മഞ്ജു ആന്റണി, അതായത് പ്രതിഭാഗം അഭിഭാഷകൻ, പ്രധാനമായും പറഞ്ഞത് പ്രായക്കുറവുള്ള തൻ്റെ കക്ഷി മാനസാന്തരപ്പെടാൻ സമയമുണ്ട് എന്നാണ്. ആ ഒരു കാര്യം കോടതി പരിഗണിച്ചു എന്നാണ് കരുതേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ 2ാം പ്രതിയായ ശരണ്യയുടെ കാമുകൻ നിതിനെ വെറുതെ വിട്ട സംഭവമാണ്. ആ വെറുതെ വിട്ട സംഭവത്തിൽ അപ്പീൽ നടപടികളിലേക്ക് പോകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധി അംഗീകരിക്കുന്നതായി പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുമ്പോഴും ഇതിൽ അപ്പീൽ സാധ്യതകൾ, ഇനി ഈ കേസിലും അപ്പീൽ സാധ്യതകൾ, അതോടൊപ്പം നിതിനെ വെറുതെ വിട്ട കേസിലും അപ്പീലിന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും ഈ ഭർത്താവായ പ്രണവിനെ ഈ കേസിൽ കുടുക്കി കാമുകനായ നിതിനൊപ്പം കഴിയുക, ഇതായിരുന്നു ഈ ഒരു കൊലപാതകത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നിതിനെതിരെയുള്ള കേസുകൾ തെളിവിൻ്റെ അഭാവത്തിലാണ് നിതിനെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ കേസിൽ അപ്പീൽ പോയാൽ കൂടുതൽ ഈ തെളിവുകൾ ഹാജരാക്കി നിതിനെതിരെ ഈ കുറ്റം നിലനിർത്താൻ പറ്റുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അപ്പീലുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ 5 വർഷത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു ഹീനകൃത്യം നടത്തിയ പ്രതിക്കെതിരെ ശിക്ഷ വരുന്നതെന്നും പ്രധാനമുണ്ട്. ഈ വിചാരണ വേളയിൽ തന്നെ ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും വിധി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശരണ്യ ഇന്ന് കോടതിയിൽ ഈ വിധി പ്രസ്താവനം കേട്ടത്. എന്തായാലും ഈ കൂടുതൽ ആളുകൾ ഇന്ന് ഈ പ്രമാദമായ ഒരു കേസായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും കോടതിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ അപ്പീൽ തുടർ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. KB ബൈജു, ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് കല്ലേക്കാട് ഹോസ്റ്റലിൽ സ്കൂൾ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ റാഗിംഗ് ആരോപണവുമായി കുടുംബം. സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നതാണ് രുദ്രയുടെ മരണത്തിന് കാരണമെന്ന് കുട്ടിയുടെ അച്ഛൻ രാജേഷ് പറഞ്ഞു. വ്യാസവിദ്യാപീഠം സ്കൂളിലെ ഹോസ്റ്റൽ വാർഡനെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നുവെന്നും സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കുട്ടിയുടെ കുടുംബം നൽകി. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടെ സീനിയർ കുട്ടിയുടെ മേത്തുനിന്ന് കൈ തട്ടി, ഷോൾഡർ തട്ടി. അതിന് ഞാൻ സോറി പറഞ്ഞില്ല. അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക. അതിന് അച്ഛനെ അവർ തല്ലാൻ വരിക, മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. മീൻസ് മകളിനെ തല്ലണം എന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഗിങ് ആണെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഇന്ന് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ അറിയാം. ആ കുട്ടികളുടെ പേര്, റാഗ് ചെയ്ത കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്റ്റൽ വാർഡന് അറിയാം. സ്കൂളിൻ്റെ പേര് പാലക്കാട് വ്യാസവിദ്യാപീഠം കല്ലേക്കാടാണ് വരുന്നത്. സ്കൂളിൻ്റെ പേര് ഇതാണ്. രുദ്രയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ നിഷേധിച്ചു. കുട്ടിയോ മാതാപിതാക്കളോ പരാതി നൽകിയിട്ടില്ലെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ A. ചെന്താമരാക്ഷൻ പറഞ്ഞത്. ഇപ്പോൾ ഈ കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പാലക്കാട്
ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രുദ്രയുടെ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് പിടിയിൽ. ആത്മഹത്യ ചെയ്ത ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെയാണ് പോലീസ് മുംബൈയിൽ വെച്ച് പിടികൂടിയത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഇയാൾ പിടിയിലായത്. ഇയാൾക്കെതിരെ കേസെടുത്ത പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കുമാണ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തത്. ഉണ്ണികൃഷ്ണനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് കമലേശ്വരം സ്വദേശികളായ സജിതയെയും മകൾ ഗ്രീമ രാജിനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടവേള. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മക്കളുമായി വേർപിരിയാൻ കാരണവും ഉമ്മൻചാണ്ടിയാണ്. ചാണ്ടി ഉമ്മന്റെ വിമർശനത്തിനാണ് ഗണേഷിന്റെ മറുപടി. ചാണ്ടി ഉമ്മൻ പ്രസ്താവന നിർത്തുന്നതാണ് നല്ലതെന്നും ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകി. ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എൻ്റെ 2 മക്കളെയും എന്നെയും കൂടി വേറെ പിരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും വേറെ പിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ? ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ചു വിടാത്തത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ആവശ്യം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളുമായിട്ട് ഇറങ്ങരുത്. അത് അന്തസ്സിന് നിരച്ച പരിപാടിയല്ല. ഞാൻ ചാണ്ടി ഉമ്മ മത്സരിച്ചപ്പം ചാണ്ടി ഉമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഇതുവല്ലം പറഞ്ഞോ? വഷളത്തരം വല്ലതും പറഞ്ഞു? ഉമ്മൻചാണ്ടിയുടെ മകനാണ്, വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ വഷളത്തരം പറയാതിരിക്കുക. അതുകൊണ്ട് അതൊന്നും നല്ലതല്ല. രാഷ്ട്രീയം പറയാനാണെങ്കിൽ എനിക്ക് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. ആരെയും അധിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചപ്പോൾ പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അത് ഞാൻ തിരുത്തിയിട്ടുണ്ട്, ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കൂ. എന്തിനായിരുന്നു? ചരിത്രം ഒന്ന് പരിശോധിക്കുക. എന്തിനായിരുന്നു? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ എന്താണ് കേസ്? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? കായംകുളത്ത് നിന്ന് ശോഭാ സുരേന്ദ്രനെ വെട്ടി BDJS. പാർട്ടി മത്സരിക്കുന്ന സീറ്റായ കായംകുളത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരേണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഒരു കാരണവശാലും സീറ്റ് BJPക്ക് വിട്ടു നൽകില്ലെന്നും തുഷാർ പ്രഖ്യാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചെന്ന് വ്യക്തമാക്കിയ തുഷാർ മുന്നണി മാറ്റ സാധ്യത തള്ളിക്കളയുന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം, NDAയിലെ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ ഐക്യം എന്നിവയെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകളാണ് തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പങ്കുവച്ചത്. അതിൽ തന്നെ SNDP യോഗം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് ഇപ്പോൾ സാമുദായിക സംഘടനകളുമായി ചർച്ച നടത്താനായി SNDP നിയോഗിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിൽ നിലവിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച്, കുട്ടനാട്ടിൽ നിന്നല്ല കേരളത്തിൽ എവിടെയും നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് താൻ ആലോചിച്ചിട്ടില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. BDJSന്റെ അധ്യക്ഷനായി നിൽക്കുന്നതുകൊണ്ടും മുന്നണിയുടെ ചുമതലകൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തനിക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് തുഷാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കുട്ടനാട്ടിൽ ഇപ്പോൾ മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ മാത്രമാണ്. BJP നേതൃത്വത്തെ, കേന്ദ്ര നേതൃത്വത്തെ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ടെന്നും തുഷാർ പറയുന്നു. ഞാനിവിടെ മത്സരിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ മത്സരിക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. ആലപ്പുഴയിലേക്ക് വന്നൂടെ? ഇല്ല, ആലപ്പുഴ ഇവിടെ വരുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ NDAയുടെ 140 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ജയത്തിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യേണ്ട ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി നിന്ന് ബാക്കിയുള്ളവർ മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനത് ഇവിടെ BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുള്ളത് അതിനാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കായംകുളത്തെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. BJP വലിയ തോതിൽ പ്രചരണം നടത്തുന്നുണ്ട്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. അത് കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിൽ കായംകുളത്ത് മത്സരിക്കണം എന്നുള്ള നിലപാടും അത്തരമൊരു പ്രചരണം അഴിച്ചുവിടുകയും ചെയ്തത്. അത്തരത്തിൽ ശക്തമായ ഒരു പ്രചരണം നടക്കുന്നതിനിടയിലാണ് ആ സാധ്യതകളെ പൂർണ്ണമായി വെട്ടിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. കായംകുളത്തെ സീറ്റ് BDJSന്റേതാണ്. ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്. 140 മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ മറ്റെവിടെയെങ്കിലും മത്സരിക്കാം, BDJSന്റെ സീറ്റ് വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് തുഷാർ പറയുന്നത്. കായംകുളത്തെ സീറ്റിനെ സംബന്ധിച്ച് മുന്നണിയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി തുഷാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ശോഭ ഇവിടെ മത്സരിക്കുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രനോ മറ്റുള്ളവരോ തന്നോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തുഷാർ വ്യക്തമാക്കുന്നത്. അതിൽ ചില സൂചനകളുണ്ട്. അതായത് മുന്നണി മര്യാദ എന്നുള്ള രീതിയിൽ BDJSനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അതിന്റെ പരിഭവം തന്നെയാണ് തുഷാറിന്റെ
വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BDJS തന്നെ മത്സരിക്കുമെന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു കാരണവശാലും കാര്യം ശോഭാ സുരേന്ദ്രൻ 140 നിയോജകമണ്ഡലം മത്സരിക്കാൻ വേണ്ടി ആൾ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് എങ്ങനെ ഈ പറയുന്ന പാവം പിടിച്ച കായംകുളത്തിൻ്റെ പേര് BDJSന്റെ ഇരിക്കുന്ന സീറ്റ് എങ്ങനെ പിന്നെ അതും ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിക്കാൻ വേണ്ടി ആലോചിച്ച് പോലും കാണില്ല. ഒരിക്കൽ പോലും എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന കായംകുളത്ത് മത്സരിക്കണമെന്നോ അങ്ങനെ ആഗ്രഹം പോലും പറഞ്ഞിട്ടില്ല. കായംകുളത്തേക്ക് വന്നാൽ വരത്തില്ല. മുന്നണി എന്നുള്ള രീതിയിൽ ആ സീറ്റ് BDJS തന്നെയാണ്. കാര്യത്തിൽ അങ്ങനെ ഇല്ലാതെ ഈ അപ്പുറത്ത് നിൽക്കുന്ന പട്ടിയുടെ തൊടൽ പൊട്ടുകയും ചെയ്യും, മറ്റേ കായൽ പറ്റും, ഇപ്പുറത്ത് നിൽക്കുന്ന എന്നെ കടിക്കുന്നു പറയുന്ന പോലെ അത് കായംകുളത്തപ്പോൾ BDJS തന്നെ ഉണ്ടാകും. ഉറപ്പല്ലേ? സംശയം എന്താ? ഉറപ്പാ, ഒരു സംശയമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം BDJSന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ച് വിവിധയിടങ്ങളിൽ നിന്നാണ് ചർച്ചകൾ ഉയർന്നു വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ വ്യക്തമാക്കിയത് BDJSലെ ഒരു വിഭാഗം NDA വിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം പോകണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുറന്നു പറഞ്ഞു. അത്തരത്തിൽ ഒരു മുന്നണി മാറ്റത്തെ സംബന്ധിച്ച ചില ചാഞ്ചാട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുഷാർ പറഞ്ഞത് നിലവിൽ NDAയിൽ തൃപ്തനാണ്, പക്ഷേ ഈ അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അവരുടെ സാഹചര്യം കണക്കിലെടുത്താണ്. അതുകൊണ്ട് തന്നെ ഇന്നെടുക്കുന്ന തീരുമാനം നാളെ മാറിയേക്കില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ് തുഷാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മുന്നണി മാറ്റ സാധ്യതകളെ തുഷാർ വെള്ളാപ്പള്ളി തള്ളുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ആ തുഷാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ NDAയുമായി മുന്നോട്ട് പോകുന്നു, നാളെ എങ്ങനെ എന്നാകുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. നാളെ ഒരു കാലത്ത് മാറ്റി ചിന്തിക്കേണ്ടി വന്നാൽ അഭിപ്രായം മാറ്റും എന്നുള്ളതാണ്. അത്തരത്തിൽ തുഷാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തുഷാറോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു ഈ നാളെ ഉണ്ടാകുമോ എന്ന ഉറപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തുഷാർ കൃത്യമായ മറുപടി പറഞ്ഞില്ല. മാത്രമല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് സ്വീകരിക്കും എന്നുകൂടി തുഷാർ പറയുമ്പോൾ മുന്നണി മാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് BDJSനകത്ത് ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഞങ്ങൾക്ക് ഇതിനോട് ഇപ്പൊ NDAയോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് NDAയോടൊപ്പം നിൽക്കുന്നത്. LDFും UDFും ഞങ്ങൾ ക്ഷണിച്ചതെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞങ്ങൾ ശക്തമായി NDAയോടൊപ്പം നിൽക്കുന്നു. ഇനി നാളെ ഒരു കാലഘട്ടത്തിൽ മാറേണ്ട ഒരു ആവശ്യം വന്നാൽ അപ്പം ആലോചിക്കാം. ഇപ്പൊ ഞങ്ങളുടെ ആലോചന ഇല്ല. അങ്ങനെ ഉറച്ചു മുന്നോട്ട് അവരുമായി പോകും എന്നുള്ളതിനകത്ത് അത്ര ഉറപ്പുമില്ല. അത് ഈ അഭിപ്രായങ്ങൾ ഏത് സമയത്തും മാറാമല്ലോ. ഇത് അഭിപ്രായമൊന്നും ഇരുമ്പൊലക്കൊന്നും അല്ലല്ലോ. ഇത് നമുക്ക് ഏത് സമയത്തും മാറാം. എന്തായാലും അത്ര സുഖകരമായ എല്ലാ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തുഷാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് SNDP യോഗം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സാമുദായിക സംഘടനകളുമായി എങ്ങനെ മുന്നോട്ട് പോകും, അതോടൊപ്പം തന്നെ കായംകുളത്തെ സീറ്റിനെ സംബന്ധിച്ച് BDJSന്റെ വ്യക്തമായ അഭിപ്രായം, മുന്നണി മാറ്റത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശരീരഭാഷയിൽ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18. അകൽച്ച ലീഗിനോട് മാത്രമെന്നും മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടെ പുതിയ സാമുദായിക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ലീഗിന്റെ മതരാഷ്ട്രീയം വർദ്ധിച്ചതുകൊണ്ടാണ് സമുദായം പറഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വന്നത്. നായാടി മുതൽ നസ്രാണി വരെ എന്നത് പ്രാസമൊപ്പിച്ച് പറഞ്ഞതാണ്. ആര് ഭരിച്ചാലും അവഗണിക്കാൻ പറ്റാത്ത ശക്തിയായി പുതിയ കൂട്ടായ്മ വളരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. നസ്രാണിക്കകത്ത് മുസ്ലിമും ഉണ്ടല്ലോ, അതിനെന്താ കുഴപ്പമുള്ള കാര്യം? എല്ലാ വിഭാഗവും ഉണ്ട്. അതിനകത്ത് മുസ്ലിം ലീഗ് മാത്രമാണല്ലോ ഈ അഭിപ്രായം പറയുന്നത്. ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നത് ഒരു പ്രാസം ഒപ്പിച്ച് പറയുന്നത് മാത്രം. അതിനകത്ത് മുസ്ലിമും ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുന്നില്ലെന്ന് മാത്രം. കാര്യം മുസ്ലിം ലീഗ് അവർ സമുദായ പാർട്ടിയാണ്, ഞങ്ങൾ സമുദായമാണെന്ന് പറഞ്ഞിരിക്കുമ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കതില്ല. ഞങ്ങളിവിടെ എല്ലാ സമുദായങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തുല്യരായിട്ട് ഒരുമിച്ച് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്തെ സംബന്ധിച്ചോളം ആവശ്യമില്ലാതെ മുസ്ലിം ലീഗ് വളരെ മോശമായിട്ടുള്ള, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജാതി രാഷ്ട്രീയം കളിച്ചതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമുദായം പറഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നത്. ഞങ്ങളാരും ഈ പറഞ്ഞ ജാതിയാണല്ലോ, സമുദായമാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരല്ലേ ഈ ജാതി മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഈ രാജ്യത്തെ എല്ലാവർക്കും തുല്യനീതി കിട്ടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞവരെല്ലാം ജാതി പറഞ്ഞവരും, യഥാർത്ഥ ജാതി പറഞ്ഞവൻ അവരൊരു ജാതിയും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിന്? നായർ ഈഴവ ഐക്യം സാമൂഹിക രംഗത്തുണ്ടാക്കിയ അസംബന്ധമെന്ന് പുന്നല ശ്രീകുമാർ. ഐക്യത്തിൽ പുതുമയില്ല, ഒരു തരത്തിലുമുള്ള സാമൂഹിക മാറ്റം ഇതുണ്ടാക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഐക്യം. ഇതിന്റെ പരിണാമം കാത്തിരുന്ന് കാണാമെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ.
വിവിധ സംഘടനകൾ തമ്മിൽ ഐക്യം വേണം. അത് മറ്റുള്ളവരെ അപരവൽക്കരിച്ചാകരുത്. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നാണ് ഒരാൾ പറയുന്നത്. എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ എന്തെങ്കിലും കിട്ടാൻ. എന്തെങ്കിലും സംഘടനകൾ വർഗീയത തട്ടിവിട്ടാൽ മുഖ്യധാരാ പാർട്ടികൾ അത് ഏറ്റെടുക്കരുതെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM CPI വോട്ടുകൾ കിട്ടിയില്ലെന്ന് കേരള കോൺഗ്രസ് എം. കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിമർശനമുയർന്നത്. പലയിടത്തും ഇത് തോൽവിക്ക് കാരണമായെന്നും CPIയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്ത് ഉൾപ്പെടെ വോട്ട് ലഭിച്ചില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. അതേസമയം യോഗത്തിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവെന്ന വാർത്ത നുണയെന്ന പ്രതികരണവുമായി ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു രംഗത്ത് വന്നു. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ചകളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിരിക്കുന്നതിനിടെയാണ് ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ചില വിമർശനങ്ങൾ മുന്നണിയിലെ CPMനും CPIക്കും എതിരെയൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് പലയിടങ്ങളിലും CPMന്റെയും CPIയുടെയും വോട്ട് തങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെത്തിയ പല നേതാക്കളും വിമർശിച്ചത്. അത് ഈ വൈക്കത്തും ഏറ്റുമാനൂരിലും പുതുപ്പള്ളിയിലും അങ്ങനെ പല മേഖലകളിലും, പാലയുടെ ചില മേഖലകൾ, അങ്ങനെ പല മേഖലകളിലും ഇങ്ങനെ വോട്ട് ലഭിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് ഇത് കാരണമായി എന്ന വിമർശനം ആണ് അംഗങ്ങൾ ഉന്നയിച്ചത്. അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ച ഒരു ചർച്ചകളും യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ചില മാധ്യമങ്ങളിൽ മുന്നണി മാറ്റം അത് നേതാക്കൾ ഇടപെട്ട് കുളമാക്കി മുന്നണിയിലേക്ക് UDFിലേക്ക് പോകണമായിരുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിച്ചു. ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ അധ്യക്ഷൻ ലോപ്പസ് മാത്യു രംഗത്ത് വന്നു. കേരള കോൺഗ്രസും ഇടതുപക്ഷ മുന്നണി വിട്ട് UDFിൽ ചേക്കേറണമെന്ന ചർച്ച ഇന്നലെ കോട്ടയത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായി എന്ന് പറയുന്ന വാർത്ത പച്ച നുണയാണ്. അങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. മുന്നണി മാറ്റ ചർച്ചകളുമായി വരുന്ന ചില ദുഷ്ട ലാക്കോടെ ചെയ്യുന്ന കാര്യമാണ്. അത് പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും അതിൻ്റെ ശേഷി കുറയ്ക്കാനുള്ള നടപടിയായിട്ടാണ് കാണേണ്ടി വരുന്നത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള ചർച്ച ഉണ്ടായിട്ടില്ല. എന്തായാലും ജോസ് കെ മാണിയുടെ യാത്രയടക്കം മുൻനിർത്തി അതിന്റെ ഒരുക്കങ്ങൾ നടത്തുക, SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ ഒരു യോഗത്തിലുണ്ടായ തീരുമാനം. മുന്നണി മാറ്റ നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ പോലും ഇനി അതിന് സാധ്യമല്ല. ഇനി അങ്ങനെ ഒരു മുന്നണി മാറ്റം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സാധ്യമല്ല എന്ന സന്ദേശമാണ് നേതാക്കൾ അണികൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടായാൽ ഒരു തരത്തിലും അതുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPMുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ പരാതിയൊക്കെ യോഗത്തിൽ ഉയർന്നെങ്കിൽ പോലും അതുമായി ഒരു തുടർ നടപടി CPMനോട് പരാതി പറയുന്ന നിലപാടിലേക്കൊന്നും പോകില്ല പാർട്ടി എന്നാണ് അറിയുന്നത്. ഇൻഫാമിന്റെ അടക്കം യോഗങ്ങളിൽ ജോസ് കെ മാണി സജീവമാണ്. 2 കർദിനാൾമാർ പങ്കെടുത്ത യോഗത്തിലടക്കം ഉദ്ഘാടകനായി ജോസ് കെ മാണിയെ എത്തിച്ചു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭകളുമായുള്ള തങ്ങളുടെ ബന്ധം ചൂണ്ടിക്കാട്ടാനാണ് കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നത് ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയിച്ച് കയറുക എന്നുള്ള തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ് കേരള കോൺഗ്രസ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചു രാഹുൽ ഗാന്ധി. AICC ആസ്ഥാനത്ത് നാളെ നിർണായക കൂടിക്കാഴ്ച നടക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പങ്കെടുക്കുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ അവഗണിക്കപ്പെട്ടതിൽ അതൃപ്തി അറിയിച്ച തരൂരിനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ ശ്രമം തുടരുകയാണ്. ജമ്മുവിലെ ദോഡയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. 10 സൈനികർ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വ്യോമമാർഗം ആശുപത്രിയിൽ എത്തിച്ചു. അജയ് സുധാബിജു വിവരങ്ങളുമായി. അജയ്, എങ്ങനെയായിരുന്നു അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ശ്രീജ, ഇന്ന് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഡ്യൂട്ടി നിർവഹിക്കാൻ പോകുന്നതിനിടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. 17 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 പേർക്ക് മരണം സംഭവിച്ചു. 7 പേര് ഗുരുതര പരിക്കോടെ ചികിത്സയിൽ തുടരുകയാണ്. ഇവരെ ഉദ്ധംപൂരിലുള്ള സൈനിക ആശുപത്രിയിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റിയിട്ടുള്ളത്. 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് വിവരം. ഇത് ജമ്മുവിലുള്ള ദോഡയിലെ ഖനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ അപകടം നടന്നത്. 200 അടി താഴ്ചയിലുള്ള
കൊക്കയിലേക്കാണ് ഈ സൈനിക വാഹനം മറിഞ്ഞത്. ഇത് ഈ വാഹനം മുകളിലേക്ക് കയറുന്നതിനിടെ റോഡിൻ്റെ അറ്റത്ത് സ്കിഡ് ചെയ്തതാണ് ഇത്തരം ഒരു അപകടമുണ്ടാകാൻ കാരണമായത് എന്നാണ് പ്രാഥമികമായി വിവരമുള്ളത്. 4 പേർ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ 6 പേർ ആശുപത്രിയിൽ ഗുരുതര ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഒരാൾ ഇപ്പോഴും ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. മറ്റുള്ളവരും ഇപ്പോൾ നിരീക്ഷണത്തിൽ തന്നെയാണ് ഡോക്ടർമാരുടെ. അജയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് 4 പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫും ലൈഫ് സയൻസ് പാർക്കിൽ ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടലും നരേന്ദ്രമോദി നിർവഹിക്കും. BJP ആദ്യമായി ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രൂപരേഖയും അദ്ദേഹം പുറത്തിറക്കും. മോദിയുടെ വരവോടെ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഔദ്യോഗിക തുടക്കമാകും. 3 പതിറ്റാണ്ടിന് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പൂജ നാളെ. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ പേര് നാളെയാണ് വെളിപ്പെടുത്തുക. മതിലുകൾ, അനന്തരം, വിധേയൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അടൂരും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ഷൂട്ടിംഗ് എറണാകുളത്ത് ആരംഭിക്കുമെന്നാണ് സൂചന. തകഴി ശിവശങ്കരപ്പിള്ളയുടെ 2 ഇടങ്ങഴി ആസ്പദമാക്കിയാകും സിനിമയെന്നാണ് വിവരങ്ങൾ. മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും ഏറ്റവും ഒടുവിൽ ഒന്നിച്ച വിധേയനിലെ ഭാസ്കര പട്ടേലറായുള്ള പ്രകടനത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 11,700 രൂപ, പവന് 93,600 രൂപ. വെള്ളി ഗ്രാമിന് 325 രൂപ, കിലോഗ്രാമിന് 3,25,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.